ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയ ഗണേഷ്. April 11th റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് കൂടി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. മഹിമ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേഷ്. ഇതുപോലെ തന്നെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രീംസ് ആൻഡ് ജോൺസ് പറഞ്ഞ രഞ്ജിത് ശങ്കർ, ഇപ്പോഴത്തെ റൈറ്റർ ഡയറക്ടറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് April 11 തിയേറ്ററിൽ ലോകം മുഴുവൻ ഈ സിനിമ റിലീസാവും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ April 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കും, ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, ഒരു ലോഡ് ഓഫ് തിങ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ നല്ല സിനിമയാണ്. ഒരു സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട്, പിന്നെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന്. നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസാകുമ്പോഴും നിങ്ങൾ കാണിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്, ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, സിനിമ ഒരു ബിസിനസ്സാണ്, എനിക്ക് അറിയാം. സിനിമ ഒരു ആർട്ടാണ്, ക്രിയേറ്റീവ് സ്പേസാണ്. എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ എനിക്കിത് മനസ്സിലാവുള്ളൂ. അഗെയിൻ ഒരു അഭ്യർത്ഥനയാണ്, ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അഗെയിൻ വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു. എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. പ്രീത എനിക്കൊരു ജയഗണേഷിൻ്റെ മെർക്കൻഡൈസ് ഒരു 10-100 പേനയൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് ബിക്കോസ്. അപ്പോൾ പ്രീത എന്താ പറയുക, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു. നമുക്ക് സംസാരിക്കണം. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇങ്ങനത്തെ മീറ്റിംഗ് ആയി പോയി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും. ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം.